കാറുകൾ വാടകയ്ക്കെടുത്ത് പണയപ്പെടുത്തി തട്ടിപ്പ് നടത്തിയെന്ന ട്രാവൽ ഏജൻസിക്കെതിരെ പരാതി. 100-ലധികം കാറുകൾ മറച്ചുവിറ്റുവെന്നാരോപിച്ചാണ് വാഹന ഉടമകൾ ഏജൻസിക്കെതിരെ പരാതി നൽകിയത്. ആലുവ മുപ്പത്തടത്ത് പ്രവർത്തിച്ചിരുന്ന സ്പാൻകർ എന്ന സ്ഥാപനത്തിനെതിരെയാണ് ആഡംബര കാറുകളടക്കം വാടകയ്ക്കെടുത്ത് പണയപ്പെടുത്തി കോടികൾ തട്ടിയതായി പരാതി ഉയർന്നത്. ഓൺലൈൻ ടാക്സി സർവീസിനും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും കരാറിൽ ഓടിക്കാനെന്ന പേരിൽ വാടകയ്ക്കെടുത്ത 100-ലധികം കാറുകൾ മറിച്ചുവിറ്റുവെന്നാരോപിച്ചാണ് വാഹനോടമകൾ ഏജൻസിക്കെതിരെ പോലീസിൽ പരാതി നൽകിയത്. 30 ലക്ഷം രൂപ വില വരുന്ന ആഡംബര കാറുകളടക്കം ഉടമകളിൽ നിന്ന് വാടകയ്ക്കെടുത്തിരുന്നു. ഉടമകൾക്ക് മാസം 18,000 രൂപ മുതൽ വാടക വാഗ്ദാനം നൽകി കരാർ എഴുതി നൽകി. വാടകയ്ക്ക് നൽകുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ രേഖപ്പെടുത്താനെന്ന പേരിൽ വാഹനങ്ങളുടെ ഒറിജിനൽ രേഖകളും കൈവശപ്പെടുത്തിയിരുന്നു. വാഹനങ്ങളുടെ വാടക ലഭിക്കാതെ വന്നവർ അന്വേഷിച്ചു ചെന്നപ്പോഴാണ് വൻ തട്ടിപ്പ് പുറത്തായത്. വണ്ടികൾ തിരിച്ച് ചോദിച്ചത് പ്രകാരമാണ് ഇവർ വണ്ടികൾ കൊണ്ടും തരാമെന്നും പറഞ്ഞുകൊണ്ട് 1.5 ആഴ്ച നീട്ടി കൊണ്ടുപോയി. അവസാനമായിട്ട് ഇവരെ ഇപ്പോൾ കോളിൽ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് നിന്ന് വണ്ടി എടുത്തുകൊണ്ട് എറണാകുളത്തേക്ക് തരാൻ വേണ്ടി വരികയാണെന്നും പറഞ്ഞാണ് ലാസ്റ്റ് ഇവരെ വണ്ടിനെ ഫോണിൽ കിട്ടുന്നത്. അതിനുശേഷം ഇവരെ ഫോണിൽ കിട്ടിയിട്ടില്ല. വാടകയ്ക്കെടുത്ത വാഹനങ്ങൾ പണയപ്പെടുത്തുകയും മറിച്ചു വിൽക്കുകയും ചെയ്തതായാണ് പരാതി. തൃശൂർ സ്വദേശികളായ സിനോജ്, ജിനീഷ് എന്നിവർ സ്ഥാപനമടച്ച് മുങ്ങിയതായും പരാതിയിൽ പറയുന്നു. GPS ഘടിപ്പിച്ചിരുന്ന ഒരു വാഹനം പണയപ്പെടുത്തിയ നിലയിൽ മലപ്പുറം ഭാഗത്തു നിന്ന് കണ്ടെത്തി. 5 കോടിയിലധികം മൂല്യം വരുന്ന വാഹനങ്ങളാണ് ഉടമകളെ കബളിപ്പിച്ച് തട്ടിയെടുത്തത്. തട്ടിപ്പറഞ്ഞ് കൂടുതൽ പേർ പരാതിയുമായി പോലീസിനെ സമീപിക്കുന്നുണ്ട്. മീഡിയ 1 കൊച്ചി.